എനിക്കൊരു രാഷ്ട്രീയവുമില്ല. നിഷ്പക്ഷമായ ചില കാര്യങ്ങൾ പറയുകയാണ്, കേൾക്കണം. ഞാൻ 3 കൊല്ലം ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. സന്നിധാനത്ത് 2 വർഷവും 1 വർഷം പമ്പയിലും. സന്നിധാനത്തിൽ 18-ാം പടിക്ക് വീതി കുറവാണ്, സ്റ്റീപ്പാണ്. പ്രസിഡന്റ് ദ്രൗപദി മുമ്പ് കയറിപ്പോകുന്ന കാഴ്ച നിങ്ങൾ ടെലിവിഷനിൽ കണ്ടില്ലേ? അവിടെ പതുക്കെ ഒരു ഭക്തന് കയറാൻ പറ്റുള്ളൂ. 2 സൈഡിൽ നിൽക്കുന്ന പോലീസുകാർ അവരെ പിടിച്ച് കയറ്റുകയാണ്. അവിടെ 18-ാം പടിയുടെ 2 സൈഡിലായിട്ട് 36 പോലീസുകാരുണ്ട്. അവരൊരു 4 മണിക്കൂർ ജോലി ചെയ്ത് കഴിയുമ്പം അവരുടെ നട്ടലും കൈയും കാലും ഒക്കെ വേദനയാണ്. പിന്നെ അവർ 5-8 മണിക്കൂർ കയറി കിടന്ന് ഉറങ്ങുകയാണ്. 1 മിനിറ്റ് കൊണ്ട് അവിടെ 50 പേരെ കയറാൻ പറ്റുള്ളൂ. എങ്ങനെ പോയാലും 55,000 60,000 പേരിൽ കൂടുതൽ ശബരിമലയിൽ 18-ാം പടി കയറാൻ പറ്റില്ല. ആ സ്ഥലത്താണ് ഒരു ദിവസം 90,000 1 ലക്ഷം പേര് ഇന്നലെ വന്ന് കയറിയത്. ആ 1 ലക്ഷം പേര് വന്നിട്ടും ഒരു സംഭവം ഉണ്ടാവാതെ ആ സംഭവം മാനേജ് ചെയ്തത് പോലീസിൻ്റെ സുത്രഹ്യമായ കഴിവാണ്. ശ്രീജിത്ത് ആ ശബരിമല പല വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വളരെ എഫിഷ്യൻ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു സ്റ്റാമ്പീഡ് ഉണ്ടാവാതെ ആരും മരിക്കാതെ രക്ഷപ്പെട്ടത്. ഇത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ 50,000 പേരെ ഒരു ദിവസം കയറ്റി വിട്ടാൽ 60 ദിവസത്തെ ശബരിമല പീരീഡ് കഴിയുമ്പോൾ ഒരു വർഷം 30 ലക്ഷം പേരെ മല കയറാൻ പറ്റുള്ളൂ. എന്നാൽ കഴിഞ്ഞ ഒരു വർഷം 1.25 കോടി ആളുകളോടെ വന്നു. അപ്പോൾ 50 പേരെ മാത്രം കയറ്റിവിട്ടാൽ മതിയെന്ന് ഹൈക്കോടതി പറയുന്നങ്ങ് സ്വീകരിച്ചാൽ ഈ 30 ലക്ഷം പേര് ശബരിമല കയറിയിട്ട് ബാക്കി 90 ലക്ഷം പേര് എന്ത് ചെയ്യണം? അവർ ശബരിമലയ്ക്ക് വരണ്ട എന്ന് പറയാൻ പറ്റുമോ? വരണ്ടെന്ന് പറയാൻ പറ്റിയല്ല. അപ്പോൾ ഇത്രയും ജനങ്ങൾ വരുമ്പോൾ അവിടെ 100 പേർക്ക് ഒരു പോലീസുകാർ വെച്ച് കൊടുത്താൽ 1 ലക്ഷം പേരെ മാനേജ് ചെയ്യണമെങ്കിൽ 1000 പോലീസുകാർ വേണം. ആ 1000 പോലീസുകാരെ ഒരേ സമയം 24 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റിയില്ല. ഷിഫ്റ്റായിട്ടേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ശരിക്കും ജോലി വേണമെങ്കിൽ 2000 പോലീസുകാർ വേണം. SCRF അവിടെ 150 പോലീസ് എന്ന് വിചാരിച്ചാൽ അവിടെ ഒരു മാറ്റം ഉണ്ടാവത്തില്ല. അപ്പോൾ 2000 പോലീസുകാർ അവിടെ ചെന്നാൽ അവർക്ക് താമസിക്കാൻ സ്ഥലമുണ്ടോ? അവർക്ക് ആഹാരം കഴിക്കാൻ സ്ഥലമുണ്ടോ? അവർക്ക് കിടന്നുറങ്ങാൻ സ്ഥലമുണ്ടോ? അവിടെ ഇല്ല. അപ്പോൾ കൂടുതൽ പോലീസുകാർ അവിടെ നിന്ന് മാനേജ് ചെയ്യാൻ ശ്രമിച്ചാൽ പറ്റിയല്ല. അപ്പോൾ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ഇന്നലെ 1 ലക്ഷം വന്നുള്ളൂ. മകരവിളക്കിന് 6 ലക്ഷം പേരാണ് അവിടെ വരുന്നത്. ഈ 6 ലക്ഷം പേരെ മാനേജ് ചെയ്യാൻ കണക്കനുസരിച്ച് നോക്കിയാൽ 10-12,000 പോലീസ് വേണം. എവിടുന്ന് കൊണ്ടുവരും ഈ പോലീസിനെ? എങ്ങനെ അവരവിടെ എവിടെ താമസിക്കും? അവർക്ക് കിടന്നുറങ്ങാൻ സ്ഥലമുണ്ടോ? ആഹാരം കഴിക്കാൻ സ്ഥലമുണ്ടോ? ഒരു സ്ഥലമില്ല. ആ 18-ാം പടിയുടെ വീതി കൂട്ടിയാൽ പ്രശ്നം തീരും. പക്ഷെ തൊട്ടു പോരുമെന്ന് വാണിങ്ങാണ്. കാരണം ആചാരപ്രകാരം അത്ര വീതി പാടുള്ളൂ. എവിടെയാണ് ഇത് എഴുതി വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടെ ആചാരം. ആ 18-ാം പടിയുടെ വീതി കൂട്ടിയാൽ കുറച്ച് കൂടെ കയറാൻ പറ്റും. അത് സമ്മതിക്കുകയില്ല. ശബരിമലയ്ക്ക് വളരെ ശ്രദ്ധേയമായിട്ട് ഏറ്റവും വലിയ പ്രശ്നം അവിടെ ട്രാഫിക്കാണ്. അപ്പോൾ വണ്ടി അവിടെ വന്ന് പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ വന്ന വഴിയിലൂടെ തിരിച്ചു പോകണം. അപ്പോൾ അതിൻ്റെ ആ റോഡിൻ്റെ വീതി കൂട്ടണം. ഒരു രീതിയിലും വനം സ്ഥലം തരത്തില്ല. എന്നാൽ ആ പമ്പയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടെ താപ്പോട്ട് പോകാനൊരു വഴി ഉണ്ടാക്കണമെങ്കിൽ 100 ഏക്കർ വനം വേണം. ആ 100 ഏക്കർ വനം കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു, BJP ഭരിച്ചു, സംയുക്ത വിധായകത്തിൽ ഭരിച്ചു. പക്ഷേ ലോകത്തിൻ്റെ കാലാവസ്ഥ മുഴുവൻ ആ 100 ഏക്കറിലാണ് ഇരിക്കുന്നത്. ഒരു കാരണവശാലും ആ 100 ഏക്കർ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുകയില്ല. അതുകൊണ്ട് ആ റോഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇനി ശൗചാലയം വേണം. ഇപ്പോൾ 500 ശൗചാലയം ഇവിടെ ഉണ്ട്. 1 ലക്ഷം പേര് അവിടെ വന്നാൽ അവർക്ക് ഒരു 2000-2500 ശൗചാലയം വേണം. ആ ശൗചാലയം വേണ്ടി ഞാൻ സ്ഥലം ചോദിച്ചു. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുകയില്ല. കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു, BJP ഭരിച്ചു, സംയുക്ത വിധായകർ ഭരിച്ചു. ഒരു കാരണവശാലും ആ ശൗചാലയം വേണ്ടി ഞാൻ സ്ഥലം കൊടുക്കുകയില്ല. 25 കോട്ടയം SP ആയിട്ട് ഞാനിരുന്ന കാലം തൊട്ട് അതിന് എല്ലാ വർഷവും അഭ്യർത്ഥന അയക്കും, സ്ഥലം കൊടുക്കുകയില്ല.